UDF-നോട് അടുക്കാനുള്ള KTDC ചെയർമാൻ PK ശശിയുടെ നീക്കം നിരീക്ഷിക്കാൻ CPIM സംസ്ഥാന നേതൃത്വം. PK ശശിയുടെ രാഷ്ട്രീയ നീക്കങ്ങളെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ പാലക്കാട് ജില്ലാ നേതൃത്വം കൈമാറി. PK ശശിയെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ച VK ശ്രീകണ്ഠൻ MP സ്വപ്നലോകത്തെ ബാലഭാസ്കരനെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പരിഹസിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കാനാണ് PK ശശിയുടെ ശ്രമമെന്നാണ് CPIM-ന്റെ വിലയിരുത്തൽ. ഷൊർണൂർ സീറ്റിൽ PK ശശി സ്വതന്ത്രനായി മത്സരിക്കാനുള്ള സാധ്യത വരെ CPIM കാണുന്നുണ്ട്. ഷൊർണൂരിലെ മുൻ MLA ആയ ശശിയെ അവിടെ സ്വതന്ത്രനായി അവതരിപ്പിക്കാൻ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും പദ്ധതിയുണ്ടെന്നാണ് CPIM സംശയിക്കുന്നത്. മണ്ണാർക്കാട്ടെ പരിപാടിയാണ് ശ്രദ്ധ നേടിയതെങ്കിലും അതിനു മുൻപും PK ശശി UDF വേദികളിലെത്തിയതായി പാലക്കാട് ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. PK ശശിയെ കൂടെ കൂട്ടാനുള്ള കോൺഗ്രസ് ശ്രമത്തോട് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം ഇങ്ങനെ: മണ്ണാർക്കാട് ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല, CPM-ൽ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ പ്രശ്നമില്ലാത്തതിൽ ഒരു പ്രതികരണത്തിൻ്റെ ആവശ്യമില്ല. CPM-നെ അസസ് ചെയ്യാനൊന്നും ശ്രീകണ്ഠം വളർന്നിട്ടില്ല. ഇനി MP ആയാലും അതിനപ്പുറം ആയാലും അതിനനുസരിച്ച് ശ്രീകണ്ഠം വളരുമ്പോൾ അപ്പോൾ അതിനൊക്കെ മറുപടി പറയാം. മനസ്സിലായില്ലേ? PK ശശിക്കായി സൂക്ഷിച്ച വെള്ളഖദർ വെള്ളപ്പൊക്കക്കാർക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്നായിരുന്നു സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസിന്റെ പരിഹാസം. ശ്രീകണ്ഠൻ ഒരു ഷർട്ട്, വെള്ള ഷർട്ടൊക്കെ ആർക്കോ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കണ്ടു. മുമ്പാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളപ്പൊക്കക്കാരൊക്കെ വന്നിരുന്നു, ഇപ്പോൾ അവർ പോലും വരുന്നില്ല. അപ്പോൾ അത് അവരെന്താ ചെയ്യേണ്ടതെന്നുള്ള അവർ നിശ്ചയിച്ചോട്ടെ. ആ ഷർട്ടൊന്നും ഞങ്ങളുടെ പാർട്ടിയിൽ ആർക്കും പാകാവുന്നതല്ല. PK ശശിയെ കൂടെ കൂട്ടാനുള്ള നീക്കത്തിൽ കോൺഗ്രസിനുള്ളിൽ വിയോജിപ്പുണ്ട്. സ്ത്രീകളെ അപമാനിച്ചവർക്കുള്ള ഒളിത്താവളമല്ല കോൺഗ്രസ് എന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽഖിഫിൽ ഫേസ്ബുക്കിൽ കുറിച്ചു. പാർട്ടിയെ നേരിട്ട് വിമർശിക്കാനോ വെല്ലുവിളിക്കാനോ മുതിരാത്തതിനാൽ PK ശശിക്കെതിരെ പ്രതികരിക്കാനോ നടപടിയെടുക്കാനോ കഴിയാത്തതാണ് CPIM നേരിടുന്ന പ്രതിസന്ധി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 പാലക്കാട്.